എല്ലാ ഉയർച്ച താഴ്ചകൾക്കും പിന്നിൽ ഒരു ആൺബുദ്ധിയും ഒരു പെൺബുദ്ധിയും ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുക. ഉമ്മൻചാണ്ടി സർക്കാരിനെ സംബന്ധിച്ച് സലിം രാജും സരിത എസ് നായരുമാണ് ആ കൂട്ടത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ വമ്പൻ സ്വാധീനമുള്ളയാളാണത്രേ സലിം രാജ്. അപ്പോൾ പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ കാര്യം ചോദിക്കേണ്ടല്ലോ. മുഖ്യമന്ത്രി ബഹുമാനിക്കുന്ന സലീമിനെ ആഭ്യന്തരമന്ത്രി പേടിക്കുക തന്നെ ചെയ്യും. ഞാനും മുഖ്യമന്ത്രി ആ ഇട്ടിരിക്കുന്ന ഉത്തരവ് ഒന്ന് പരിശോധിച്ചാൽ മതി, അപ്പം കൃത്യം അറിയാം. മനസ്സിലായില്ലേ? ഇല്ല, അതിനകത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഒപ്പീനിയനും എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിനകത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതിയിട്ടുണ്ട്. സലീമാണ് സംസാരിക്കുന്നത്. IG ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ? ആ സലീമാണ്. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? നല്ല പാർട്ടി. എന്റെ പൊന്ന IG, പറയുന്ന കാര്യങ്ങളൊന്ന് കുറിച്ചു വെച്ചൂടെ? ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ നിലപാട് തന്നെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിലും പറഞ്ഞത്. ഗവൺമെന്റ് എടുത്ത നിലപാട് തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിലും പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ? അല്ലേ, കേൾക്കൂ, ഗവൺമെന്റ് എടുത്ത നിലപാട് തന്നെയാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിലും പറഞ്ഞത്. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പോയി ഈ സലീം പഠിപ്പിക്കും. പൂജപ്പര ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വേണ്ടി പോകരുത്. ഇത് 10-50 കൊല്ലമായിട്ടുള്ള സ്നേഹബന്ധങ്ങളല്ലേ. ഒരു ഇഷ്യൂവിനകത്ത് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ ഒരു കാഴ്ചപ്പാടില്ലതുണ്ടാവും. എല്ലാം നീതിന്യായ കോടതി കിടക്കല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ചോദിച്ച കേസാണെങ്കിലും ആ കേസിനെ കുറിച്ച് വിസ്താരത്തിലിരിക്കുന്ന കേസ് ആഭ്യന്തരമന്ത്രിയുടെ കസാരയെ കയറിയിട്ട് ആരാണോ താൻ പഠിപ്പിക്കുന്നത്? ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലല്ലോ. ഇവിടെ പറയില്ല. ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചിട്ടുള്ളത് DGPക്ക് ഒരു കത്ത് കൊടുത്തു, ഡയറക്ടർ ജനറൽ പോലീസ്. അദ്ദേഹം ആ കത്ത് ഗവൺമെന്റിന് അയച്ചു. ആ കത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദന്റെ ഒരു കവറിംഗ് ലെറ്റർ കൂടിയുണ്ട്. സർക്കാർ ഡയറി ഉണ്ടല്ലോ. എന്നാ കേട്ടോ, കൂത്താട്ടുള്ളത്തുനിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം, ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ. അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം, അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അതിന്റെ അടുത്ത ആഴ്ച അയാളെ വീണ്ടും കൂത്താട്ടുള്ളത്തേക്ക് ഓടിക്കണം, അത് കൺസലേഷൻ. അതെ, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ, കിടന്നൊന്ന് സർക്കിൾ അടിക്കട്ടെ. ഇല്ല, മന്ത്രി വന്നിട്ടില്ല. റവന്യൂ ഒഫീഷ്യൽസ് തിരിമറി നടത്താൻ കൂട്ടുനിന്നു എന്നുള്ള മട്ടിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് റവന്യൂ ഇന്റലിജൻസ് ആണ് അത് തിരക്കേണ്ടത്. അത് റവന്യൂ ഇന്റലിജൻസ് തിരക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുത്തു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പോയി ഈ സലീം പഠിപ്പിക്കും. പൂജപ്പര ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വേണ്ടി പോകരുത്. പക്ഷെ അതൊന്നും പരിശോധിക്കാതെ പുറത്തു നിന്നുള്ള വിമർശനങ്ങളാണ്. ഞാൻ കോടതിയെ ചെയ്തതിനെ ഇതല്ല പറയുന്നത്. കോടതിയുടെ മുമ്പിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പറയുക. ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് 100% ട്രാൻസ്പെറന്റായ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട്. സലീമാണ് സംസാരിക്കുന്നത്. IG ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ? ആ സലീമാണ്. പിന്നെന്താ, അതാ ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം വേണ്ട വിധം പരിശോധിച്ച് കാര്യങ്ങളുടെ അവസാനത്തെ നിഗമനത്തിലെത്തുമ്പോൾ ഈ ഒരു വിമർശനത്തിനും അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെടും. അധികാര കേന്ദ്രങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടും. ഭൂമി തട്ടിപ്പ് കേസുകളിൽ ഇടപെട്ട് കളയും. CBI വേണ്ടെന്ന് സർക്കാരിനെ കൊണ്ട് പറയിക്കും. അതാണ് സലിം രാജ്. സലിം രാജ് ആരുടെ ബിനാമിയാണെന്ന് ഹൈക്കോടതി ആശങ്കയോടെ ചോദിക്കുന്നു. സർക്കാരിനെ ആകെ സ്വാധീനിക്കുന്ന ഇത്തരം വ്യക്തികളാണ് കേരള സർക്കാരിൻ്റെ ഐശ്വര്യം. ഇതിനൊപ്പം വരുന്ന സ്ത്രീ ബിംബമാണ് സരിത എസ് നായരുടേത്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വമ്പൻ സ്വാധീനമുള്ള രണ്ടാമത്തെ ആൾ. കോടതി തന്നെ അത് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സോളാർ കേസിലെ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ ഭൂമിക്കടിയിലെ ഏത് സംഭവവും കടന്നുവരും. ആ ടേംസ് ഓഫ് റെഫറൻസ് അങ്ങോട്ട് വായിച്ചു നോക്കിയാൽ അതിൽ പിന്നെ എന്താ ഉൾക്കൊള്ളിക്കാൻ മേലാത്തത്? ആ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ ഐറ്റത്തിൽ തന്നെയുണ്ട്, ഈ ഭൂമിക്ക് കീഴിലുള്ള ഏതിനെയും വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ വിധത്തിൽ ഓപ്പണാണ് ആ ടേംസ് ഓഫ് റെഫറൻസ്. വളരെ ഓപ്പണാണ്. കേൾക്കൂ, ആ ടേംസ് ഓഫ് റെഫറൻസ് നിങ്ങൾ വായിച്ചിട്ടെന്ന് മനസ്സിലാവുന്നു. അതിനകത്ത് കേൾക്കൂ, ഇല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു ആലങ്കാരികമായിട്ട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഒന്നാമത്തെ അനം തന്നെ നോക്കിയോളൂ. അതിലായി ആരെ ഉൾക്കൊള്ളിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ആരെ ഉൾക്കൊള്ളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെയെങ്കിലും? കോടതിയുടെ അത്ഭുതം അങ്ങനെ നിൽക്കെ ജുഡീഷ്യൽ അന്വേഷണവും പോലീസ് അന്വേഷണം പോലെ ആകുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രതിപക്ഷത്തിന് ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. സമരങ്ങൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ അന്വേഷണം കണ്ട്
തൃപ്തി അടയാമെന്നല്ലാതെ മറ്റെന്ത് കാര്യം? ആ ടേംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയർ കട്ടാണ്. അവർക്ക് പറയാനുള്ള ഏത് കാര്യവും പറയാൻ പറ്റുന്ന ഓപ്പണിംഗ് ഉണ്ട് അതിൽ. അവർക്ക് പ്രതിപക്ഷമാണല്ലോ ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറയാനുള്ള ഏത് കാര്യങ്ങളും സൂചിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഓപ്പണിംഗ് അതിനകത്തുണ്ട്. ഉണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഈ പറയുന്ന ഒന്നാമത്തെ ഇനത്തിൽ തന്നെ ഞങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തടഞ്ഞിട്ടുണ്ടോ? ഇന്നത് ഉന്നയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കേൾക്കൂ, ഇന്നത് ഉന്നയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് കാര്യം അവിടെ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യണ്ട. അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും പ്രതിപക്ഷത്തിന് പറയാണ്ടേ അതും പറഞ്ഞോട്ടെ. ഞങ്ങൾ അതിനകത്തൊരു ഒരു ഓപ്പൺ മൈൻഡല്ലേ. ഇതിനൊക്കെ കൂടുതൽ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഓപ്പണായി നിൽക്കുക? അല്ല, അതവിടെ ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ, ജുഡീഷ്യൽ അന്വേഷണത്തിന് മുമ്പിൽ എത്തുന്ന വ്യക്തി എടുക്കുന്ന നിലപാടുകളാണ് അതിലെ പ്രശ്നം. അവർക്കെന്ത് പറയാം? അവർക്ക് പറയാനുള്ള ഓപ്പണിംഗ് ഉണ്ട്. ആരെയും നിരോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ആ ടേംസ് ഓഫ് റെഫറൻസ് വായിച്ചതിന് ശേഷം അതിനകത്ത് ഇതൊന്നും ഉന്നയിക്കരുത് എന്ന് വിദൂര ധ്വനിയെങ്കിലും തോന്നുന്ന ഏതെങ്കിലും ഒരു പരാമർശമുണ്ടോ? അതല്ലല്ല. ഇവിടെ വെറുതെ വാശി പറയുക, തർക്കിക്കുകയാണ് കാര്യമില്ലാതെ. ഞങ്ങൾ പറഞ്ഞല്ലോ ഏത് വേണമെങ്കിലും ഉന്നയിക്കാം. അവരെല്ലാം ആ കാര്യത്തിനകത്ത് സ്വതന്ത്രരാണ്. അതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ഞങ്ങളുടെ കയ്യിൽ തന്ന 8 പേജുള്ള ഒരു കുറിപ്പുണ്ട്. ആ 8 പേജുള്ള കുറിപ്പിനകത്തെ പല കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ 8 പേജിലുള്ള കാര്യമൊക്കെ അവർക്ക് പറയത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നല്ലേ അവരാഗ്രഹിച്ചത്. ആ 8 പേജുള്ള അവരുടെ കത്തിനകത്തെ കാര്യങ്ങളിൽ എന്തും പറയത്തക്ക വിധത്തിലുള്ള സാഹചര്യമാണ്. അപ്പം നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അതിന് പറ്റുന്ന ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കണ്ടെത്തി. അത് കണ്ടപ്പോഴും ഞങ്ങൾ ഒരു കാര്യം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അദ്ദേഹത്തെ കമ്മീഷണറായിട്ട് വെച്ചതാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെക്കുറിച്ച് അവർക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട ഒരു ജഡ്ജിയെ നിയമിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ല, ഇതിനല്ലേ നിഷ്പക്ഷാകാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നിഷ്പക്ഷാകണം. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞു. ആ നിലയ്ക്ക് ഗംഭീരമായി ജുഡീഷ്യൽ അന്വേഷണം നടക്കും. അപ്പോൾ പിന്നെ സരിതയ്ക്കും പേടിക്കേണ്ടി വരില്ല. ഇതിനെയാകും കോടതി സ്വാധീനം എന്ന് പറഞ്ഞത്. ആ ഇടനാഴിയിൽ സരിതയ്ക്ക് വേണ്ടി ഒളിച്ചിരിക്കുന്നത് ആരാകും? ഈ ഭൂമിക്ക് കീഴിലുള്ള ഏതിനെയും വേണമെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ വിധത്തിൽ ഓപ്പണാണ് ആ ടേംസ് ഓഫ് റെഫറൻസ്. ഈ ബായ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? പറയൂ. അവരുടെ കയ്യിൽ തെളിവുണ്ട്, സഹകരിക്കല്ലേ വേണ്ടത്? ഞാൻ ചോദിക്കുക, മുഖ്യമന്ത്രിക്കെതിരായി തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പരസ്യമായി ഒരു കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി മുഖ്യമന്ത്രിയെ അവിടെ വെച്ച് വിസ്തരിക്കാൻ അവസരം കിട്ടുന്നത് പാഴാക്കുന്നത് ശരിയാണോ? കുട്ടിയുടെ ബോയ് ഫ്രണ്ട് പറയൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ നിലപാടെടുക്കാം. അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു തെളിവിൻ്റെ തുമ്പുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ അവസരം കിട്ടാനുണ്ടോ? പരസ്യമായ വിചാരണയല്ലേ, പരസ്യമായിട്ടല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്നാണല്ലോ പഴമൊഴി. എന്താ ഇത്? ഇത് വായിച്ചു കേൾപ്പിക്കാം. In no case a sitting judge of any high court shall continue as the commission. Any high court. ഇടനാഴികളിൽ കടന്നുകൂടുന്നവരെ എന്തു ചെയ്യും? അവരുടെ നുഴഞ്ഞുകയറ്റത്തിന് ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂരിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരുവഞ്ചൂരിന്റെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? സലിം രാജിനെ കൈകാര്യം ചെയ്തില്ലേ? ഇതിൽ കൂടുതൽ എന്തു വേണം?
ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് ഉള്ളി വിലക്കയറ്റം. 100 വെളിച്ചെണ്ണയ്ക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണ എണ്ണീട്ടാണോ കൊടുക്കുന്നത്? 100 ഗ്രാം. 100 ഗ്രാം അറിയില്ല. ഉള്ളി സംഭരണത്തിൽ പ്രശ്നങ്ങളുണ്ടില്ല, പക്ഷെ സംഭരണം മുൻകാലഘട്ടങ്ങളെക്കാൾ മെച്ചപ്പെട്ടു. ആശാനെ എന്റെ ആശാനെ, ഈ നാടിന്റെ ഗതി ഇനി എന്താണ്?